അച്ഛാ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ടിരുന്ന എങ്ങനെ ശരിയാവും? ഞാൻ മനസ്സിൽ വെച്ചോണ്ടിരുന്നു. ഞങ്ങൾ ആവശ്യത്തിന് സ്നേഹം കാണിക്കുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞ കാര്യം ഞങ്ങളുടെ തമ്മ പറഞ്ഞു. വാ നമുക്ക് ലൂഡോ കളിക്കാം. അയ്യോ മക്കളെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും തുറന്നു അറിയില്ല, ഞങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് മുതൽ ഞങ്ങൾ എല്ലാരും എല്ലാ ദിവസവും അച്ഛനെ ഓവറായിട്ട് സ്നേഹിക്കാൻ പോവാ. നമുക്ക് കളിക്കാം. വാ എനിക്കിത് കളിക്കാറുണ്ടോ മക്കളെ? ഞാൻ പഠിപ്പിച്ചു തരാം. എന്താണ് ഇങ്ങനെ അറിയണം. വിളിച്ചോ നിന്റെ അടുത്ത് ആരും പറഞ്ഞു എനിക്ക് ലുഡോ കളിക്കണമെന്ന്? രാവിലെ എന്നോട് മുറ്റത്ത് വെച്ച് പറഞ്ഞില്ലേ, ഇപ്പൊ പിള്ളേരാരും പഴയ പോലെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. ഞാൻ തമാശ പറഞ്ഞല്ലേ അത്. പക്ഷെ നിങ്ങൾ മനസ്സ് വെച്ചിട്ടാ, നിങ്ങൾ തമാശയായിട്ട് പറഞ്ഞ ഒന്നുമല്ല, കാര്യമെന്ന് എനിക്കറിയാം. അല്ല, സത്യമായിട്ട് തമാശ പറഞ്ഞാണ്. തമാശ പറഞ്ഞേ അച്ഛനും പരാതി പറഞ്ഞു ഞങ്ങൾ സ്നേഹിക്കുന്നില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, വെറുതെ തമാശക്ക് പറഞ്ഞ അവളുടെ അടുത്ത് രാവിലെ. അപ്പൊ ഇനി അളിയന് പോയി ഒളിച്ചിരിക്കേണ്ടി വരുമോ? ഒളിച്ചിരുന്നു? ആരും ഒളിച്ചിരുന്നു? അല്ല അങ്ങനെയല്ല. അല്ല, അമ്മ ഒളിച്ചിരുന്നായിരുന്നു. ഞാനോ? എന്തിന്? വെറുതെ അല്ല, നേരത്തെ അമ്മയെ തിരക്കി വന്നപ്പോ അമ്മയെ കാണാത്തത്. അമ്മക്ക് ഞങ്ങളൊക്കെ ശല്യാണല്ലേ. വാടാ നമുക്ക് പോവാം. വാ. അങ്ങനല്ല, അങ്ങനൊന്നല്ല. അല്ല അതല്ല, ഞാൻ വേറൊരു കാര്യം പറഞ്ഞത്. മാമനൊന്നും പറയണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. പാടി വാടാ. നിനക്ക് എന്തിന്റെ കേടടേ? അറിയാതെ വായിന്ന് വീണു കളിയാ. വാ തുറക്കണ്ടായിരുന്നു. നീ എന്തിനു പോയി വിളിച്ചിരുന്നു? അത് പിന്നെ അവര് നോൺ സ്റ്റോപ്പ് ആയിട്ട് കളിച്ചോണ്ടിരുന്നപ്പോ എനിക്കിവിടെ വേറെ പണിയില്ലേ? എന്താ പാടം നോക്കിയാണ്? എന്താടാ? എന്നാലും അമ്മ ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. നമ്മളും കുറച്ച് ഓവർ അല്ലായിരുന്നോ എന്നൊരു സംശയം. ഓവറൊന്നും ആയിട്ടില്ല മക്കളെ. ഇങ്ങനെ പിണങ്ങാൻ വേണ്ടി ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ ഒളിച്ചിരുന്നൊന്നുമല്ല. അപ്പൊ പിന്നെ മാമൻ പറഞ്ഞതാ? ഞാൻ അപ്പത്തെ ടെൻഷനിൽ പറഞ്ഞില്ലേ. എന്ത് ടെൻഷൻ? അളിയൻ പറഞ്ഞേ ഇവിടെ ഭയങ്കര ചൂട്. നോക്കിപ്പം അതെ മക്കളെ, രാവിലെ അമ്മ അടുക്കളയിൽ ഒരുപാട് ജോലി കഴിഞ്ഞ് എന്റെ ക്ഷീണം കാണൂലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഒന്ന് പോയി. റെസ്റ്റ് എടുത്തപ്പോ നിങ്ങൾ കാണാത്തൊരു മറവിലായി പോയി, അത്രേ ഉള്ളൂ. അതാണ്, ഞാൻ റെസ്റ്റ് എടുത്തപ്പോ അത് കാണാത്ത സ്ഥലത്തായി. അമ്മക്ക് റെസ്റ്റ് എടുക്കണായിരുന്നെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ പോരായിരുന്നു. അപ്പൊ നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂടിയില്ലേ നിങ്ങൾക്ക് സങ്കടമാവൂന്ന് വിചാരിച്ചു. എന്ത് സങ്കടം? ഞങ്ങൾക്ക് അമ്മയടുത്ത് ഫുൾ ടൈം കളിക്കണമെന്നൊന്നുമില്ല. പിന്നെ അമ്മ ഈ പരാതി പറഞ്ഞോണ്ടാ വന്നത്. കണ്ടാ ഇത്രയുള്ള കാര്യങ്ങൾ 2 മിനിറ്റ് കൊണ്ട് അവർ കോംപ്രമൈസിൽ എത്തിയില്ലേ. കുത്തിത്തരും കേട്ടോ. അപ്പൊ അമ്മയടുത്ത് പിടക്കൊന്നുമില്ലല്ലോ. ഇനി തൊട്ട് ക്ഷീണം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. എന്നിട്ട് അല്ലാത്ത സമയത്ത് ഫുള്ള് നമ്മൾ കളി. ഓക്കെ. വരുന്നുണ്ടല്ലോ. ഇനി മിണ്ടാതെ തിരിച്ചങ്ങ് പോകാനായിരിക്കും. അല്ല, നേരത്തെ മിണ്ടാതെ പോയതിന്റെ വിശദീകരണം തരാൻ വേണ്ടി വന്നതാ. വിശദീകരിക്കും. ചേട്ടത്തിയായിട്ട് ഞാൻ കമ്പനി കിടക്കാൻ നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും സംസാരിക്കണോ ഞാൻ നേരിട്ട് ഇതുപോലെ ഒന്ന് കണ്ടോളാം. ചേട്ടത്തി നമ്മൾ ഭയങ്കര കൂട്ടുകാരായിട്ട് കിടക്കുന്നതേ നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. പെറ്റതള്ളെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അളിയനെ പറ്റില്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. എത്ര അടിപൊളി കേസുകൾക്ക് തീരുമാനം ഉണ്ടാക്കുന്നവരാണ് ഈ പോലീസുകാർ. നിങ്ങൾ എന്നോട് വന്നാൽ മതി. പിള്ളേർ വരണ്ട, നിങ്ങൾ മാത്രം. കൊഞ്ഞിലേ വാ, നമുക്ക് പോവാം. ഒരു 50% പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ പറഞ്ഞോളാം. അല്ലേ? എന്നാ ഓക്കെ, പോവാം. ബാ, എന്താ നോക്കി ഇരിക്കുക? ഞങ്ങൾ വരുന്നില്ല. നിങ്ങൾ ഇവിടെ ഇരുന്നോ? മാമാ, അപ്പച്ചി, മുത്തച്ചിയായി അടിക്കാൻ പോണോ? ശരിയാക്കും ചേച്ചി. പകുതി ഞാൻ പറഞ്ഞോളാം. ചേട്ടത്തി വേറെ വഴിയൊന്നുമില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ സമാധാനിക്കണം, നമുക്ക് ശരിയാക്കാം. അപ്പച്ചി വന്ന അപ്പച്ചി, അപ്പച്ചിയുടെ മരുമോൻ എന്നുള്ള അധികാരത്തിന്റെ പുറത്തും സസ്പെൻഷനിലിരിക്കുന്ന പോലീസുകാരെന്നുള്ള അധികാരത്തിന്റെ പുറത്തും ഞാൻ അപ്പച്ചിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. അപ്പച്ചി ഒരു കാര്യം പറയട്ടെ, ഈ 2 അധികാരം വെച്ചോണ്ട് നീ എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നേക്കരുത്. അതെന്ത് വർത്താനം അപ്പച്ചി? ഞാൻ പറഞ്ഞ അപ്പച്ചി നിന്റെ കോട്ട കഴിഞ്ഞു, ഞാൻ പറഞ്ഞോളാം. അമ്മ, സുമേഷും ഇവളും കൂടെ ഇങ്ങനെ സംസാരിക്കാതിരുന്ന എങ്ങനെ ശരിയാകും? അതിന് അവളുടെ അടുത്ത് മിണ്ടണ്ടെന്ന് ഇവനോട് ഞാൻ എപ്പോഴാണ് പറഞ്ഞു? ചേട്ടൻ എങ്ങനെയാ പെറ്റ വയറിന്റെ വേദന മനസ്സിലാവുന്നത്? ഇതെന്തോന്നടി? നിനക്ക് എന്തോ അമ്മേ, പൈങ്കിളി പറഞ്ഞ പോലെ നമുക്കിടയിൽ എന്തോ ഒരു കോംപ്ലക്സ് അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ രണ്ടുപേരും ആദ്യം മനസ്സിലാക്കണം, അല്ലേ അച്ഛാ? നമുക്ക് സ്നേഹത്തിനെ കുറിച്ചും കോംപ്ലക്സിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടെ? നമുക്ക് പൈസയെ കുറിച്ച് മാത്രമല്ലേ അറിയാവൂ. എടാ അതങ്ങനെ തുറന്ന് പറയാതിരി. അമ്മ, ഞാനതൊന്ന് ആക്കി പറഞ്ഞതാ. അമ്മ ഞാൻ ഇപ്പം അമ്മ പറഞ്ഞാൽ ചേട്ടടുത്ത് മിണ്ടണോ മിണ്ടായിരിക്കണോ? എടാ അവളുടെ അടുത്ത് എപ്പോഴാടാ ഞാൻ നിന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞേ? അമ്മ ഇച്ചിരൂടെ ഗവനിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ.
നീയല്ലേ പറഞ്ഞു നടന്നത്? എനിക്ക് ഞാൻ ചേട്ടത്തിയോട് മിണ്ടുന്നേ ഇല്ല. നീയല്ലേ ഇത് പറഞ്ഞു നടന്നത്? ഞാനാണോ? അമ്മയുടെ ആവശ്യം കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ ക്യാൻസൽ ചെയ്തോ അത്. ചെയ്തോ. പിന്നെ നിന്റെ ഈ പുതിയ വലിയ വലിയ ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, ദേ ഇവിടെ എടുത്ത് പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് ചിലപ്പോൾ അത് താങ്ങാനുള്ള ത്രാണി ഉണ്ടായെന്ന് വരികയില്ല. പിന്നല്ല. കേട്ടാ, ഞാൻ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി തരാന്ന് പറഞ്ഞില്ലേ? അതിന് നിങ്ങൾ എന്താ ചെയ്തേ? ഞാൻ ഇവിടെ വെറുതെ ഒന്നില്ലേ. അതെ, എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും അച്ഛനെ തള്ളി പറയുന്നത് ശരിയല്ല കേട്ടോ. എനിക്കും അത് തന്നെ പറയാനുള്ളത്. അവനെ നിങ്ങളെല്ലാവരും ഒന്ന് മൈൻഡ് ചെയ്യണം. ഓ എനിക്ക് നിങ്ങളുടെ ആരുടെയും സ്നേഹമൊന്നും വേണ്ടേ. അയ്യോ ഞങ്ങളത് തമാശക്ക് പറഞ്ഞല്ലേ ചാ. അച്ഛന് പൈസയെക്കാൾ വലുത് സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ പറഞ്ഞില്ലേ? അറിയാം. അതെ അതെ, അച്ഛൻ നമ്മുടെ മുത്തല്ലേ? പിന്നെ അല്ലാതെ പിഷ്കനാണെങ്കിലും മുത്തല്ലാതാവോ? അതെ. നിനക്ക് നാണോട്ടോടാ ഞാൻ ഇരുന്ന് കരയാൻ. മാമ ഇവര് പറ്റിക്കാൻ പറഞ്ഞു സംഭവം അതൊന്നല്ല. എടാ പോടാ അവിടുന്ന്. അവര് കാര്യമായിട്ട് പറഞ്ഞതാ. ഫീലിങ്സ് ആയി മക്കളെ. കാര്യം പറയാൻ മതി. എന്നാ ഫീലിങ്സ് ഒക്കെ മതി. ചേട്ടത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. എന്ത് കാര്യം? ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വന്നാ പോരെടാ. ആ റെസ്റ്റ് ഒക്കെ പിന്നീട് ബാ, ചേർത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ബാ ആറച്ചമ്മ പോട്ടെ. ബാ ഇങ്ങോട്ട്. ഒരു കരയായിരിക്കും എന്തെന്ന് ചെയ്യട്ടെ. എടാ ഈ മരുന്നൊക്കെ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിയാവോ? മരിച്ചു പോലെ എന്ത് ചെയ്യും? എന്നാ വേണ്ടല്ലേ? അല്ല നിന്റെ താല്പര്യമാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇത് എന്തോന്ന് ചേട്ടത്തി മരിച്ചു എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് കൂടെ ചെയ്യുന്നു? ഇപ്പൊ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കണ്ടല്ലേ? എന്റെ ദൈവം എന്നെ അങ്ങ് മേലോട്ട് എടുത്താൽ മതിയായിരുന്നു. പിള്ളേരെ നിക്ക്. എടി അതല്ല.